Hi friends, Assalamualaikum. Welcome back SHANSHABI recipes. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വലിയവർക്കും ചെറിയവർക്കും ഒത്തിരി ഇഷ്ടമുള്ള ഒരു എഗ് നൂഡിൽസ് റെസിപ്പി ആയിട്ടാണ്. എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടമായാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫീഡ്ബാക്ക് നമ്മൾ അറിയിക്കണം. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യുക. അതിന് തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ കാണും, ഒന്ന് ഇനേബിൾ ചെയ്ത് ഓൾ തന്നെ പ്രസ് ചെയ്യുക. എന്നാലേ ഞാൻ വീഡിയോസ് നിങ്ങൾക്ക് കറക്റ്റായി ലഭിക്കുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. എങ്ങനെയാണ് ഈ എഗ് നൂഡിൽസ് ഉണ്ടാക്കാൻ നോക്കാം. അതിനായിട്ട് ഞാനൊരു പാന് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായതിന് ശേഷം അതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഞാൻ ഈ സ്പൈസി മസാല ഇൻസ്റ്റൻറ്റ് നൂഡിൽസ് ആണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഏതുണ്ടെങ്കിൽ ഉപയോഗിക്കാം. അപ്പോൾ എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചെറുതായി അരിഞ്ഞ ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് കയ്യിൽ പേസ്റ്റാണ് അവൈലബിൾ വെച്ചെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി, കുഴപ്പമില്ല. ഇത് രണ്ടും നന്നായി വഴറ്റിയതിന് ശേഷം അതിലേക്ക് ചെറുതായി അരിഞ്ഞ ഒരു മീഡിയം സൈസ് സവാളയാണ് എടുത്തിരിക്കുന്നത്. നന്നായി ചെറുതായി അരിഞ്ഞിട്ടാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. സവാള ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. പെട്ടെന്ന് വഴറ്റി കിട്ടാൻ വേണ്ടിയിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ മസാലയിലേക്ക് അധികം ഒന്നും ഉപ്പ് ചേർക്കുന്നില്ല, അതുകൊണ്ട് തന്നെ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഒത്തിരി മസാല പൗഡേഴ്സും ഒന്നും ചേർത്ത് കൊടുക്കുന്നൊന്നുമില്ല, കുറച്ച് ചേർത്ത് കൊടുക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ വളരെ ടേസ്റ്റിയാണ്. നല്ല പോലെ ഉള്ളിയൊക്കെ വഴന്ന് കിട്ടണം. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. പൊടികൾ ഇത്രയും ചേർത്ത് കൊടുക്കുന്നുള്ളൂ. പിന്നെ ഇതിൻ്റെ മസാല പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്, വേറെ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല. അതിൻ്റെ ആ പൊടികളുടെ പച്ചമണം മാറുന്നത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. കുറച്ച് ഉപ്പ്, 1/2 ടീസ്പൂൺ ഉപ്പേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. കാരണം മാഗിയുടെ മസാല പൗഡറിൽ ഉപ്പുണ്ട്, അതുകൊണ്ട് തന്നെ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. അല്ലെങ്കിൽ ഫുൾ ഉപ്പായിരിക്കും, അപ്പോൾ ടേസ്റ്റ് ഉണ്ടാവില്ല. നമുക്ക് ഈ സവാള ഒരു സൈഡിലേക്ക് മാറ്റിയിട്ട് ആ സൈഡിൽ മുട്ട ഒന്ന് പൊരിക്കാണ്ട്, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ 2 പാക്ക് മാഗി മസാലക്ക് മാഗിയുടെ പാക്കറ്റിന് 2 കോഴിമുട്ട എടുത്തിരിക്കുന്നുണ്ട്. അതൊന്ന് വെന്ത് കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം. കാരണം നമുക്ക് കുറച്ച് വലിയ പീസായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത്ര നേരം വെയിറ്റ് ചെയ്യാൻ പറയണത്. അല്ലെങ്കിൽ ഫുള്ള് ചെറുതായ പീസായിരിക്കും, അപ്പോൾ നമുക്ക് കടിക്കാനും കിട്ടില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ആവുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അതുകൊണ്ട് നല്ലപോലെ ഒന്ന് ചിക്കി പൊരിച്ചെടുക്കാം. മുട്ടപ്പേരൊക്കെ ഉണ്ടാക്കൂലേ, അതുപോലെ ഒന്ന് ചെയ്തെടുക്കാം. ഇനി സവാളയുടെ മസാല ഒപ്പം ഈ എഗ്ഗും കൂടി നമുക്ക് യോജിപ്പിച്ചെടുക്കാം. ഇതുപോലെ നല്ലപോലെ ഒന്ന് യോജിപ്പിച്ചെടുത്ത് ഇനി നമുക്ക് മാഗിക്കുള്ള ആവശ്യമുള്ള വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. 2 പാക്ക് മാഗിക്ക് എത്രയോ ആവശ്യം നിങ്ങൾക്ക് അറിയാമല്ലോ, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. കുറച്ച് വെള്ളം മതി, കാരണം ഇത് പെട്ടെന്നാവും, അതുകൊണ്ടാണ്. ഞാനിപ്പോൾ 1.5 കപ്പ് വെള്ളം ചേർത്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് മാഗി ഇട്ട് കൊടുക്കാം. ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. നെക്സ്റ്റ് ഇതിലേക്ക് ചേർത്ത് വെക്കുന്നത് മാഗിയുടെ മസാല പൗഡറാണ്. ഞാൻ 2 പാക്കറ്റിന് അതും ചേർത്ത് വെക്കുന്നുണ്ട്.
ഇനി നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം. സ്കിപ്പ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് സോയ സോസും കെച്ചപ്പും ഇതിലേക്ക് ഒഴിച്ചെടുക്കേണ്ടി വരും. അതുകൊണ്ടാണ്. അപ്പോൾ ഒരു വേറെ ടേസ്റ്റും ഇത് നല്ലൊരു ടേസ്റ്റാണ്. എന്തായാലും നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഒരു പാക്കറ്റ് മാഗിയുടെ മസാല ചേർത്തിട്ടുണ്ട്. 2 പാക്കറ്റ് ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നല്ല പോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ നമുക്ക് വെള്ളം ഒന്ന് വറ്റുന്നവരെ ഒന്ന് വേവിച്ചെടുക്കാവുന്നതാണ്. പിന്നെ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. മാഗി ആയതുകൊണ്ട് തന്നെ പെട്ടെന്നായി കിട്ടും. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം എന്ന് പറയുന്നത്. ഇപ്പോൾ 1/4 ഭാഗത്തോളം ആയിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ അതിലത്തെ വെള്ളം ഒന്ന് പോയി കിട്ടും. പിന്നെ വല്ലാതെ ഡ്രൈ ആക്കുന്നില്ല. ഞാൻ കുറച്ച് ജ്യൂസി ആയിട്ടുള്ള ഒരു നൂഡിൽസാണ് ഉണ്ടാക്കുന്നത്. അപ്പോഴാണ് കഴിക്കാനും ടേസ്റ്റൊക്കെ ഉണ്ടാകുക. ഇപ്പോൾ ഇതായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ചെറിയൊരു പിടി മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം. നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇളക്കേണ്ട ആവശ്യമില്ല. ആ പാനത്തൊന്ന് ഷഫ്ഫളൊക്കെ ഇട്ടില്ലേ ഒന്ന് കുടഞ്ഞെടുത്താൽ മതി. ഇതുപോലെ ഒന്ന് ആക്കി കൊടുത്താൽ മതി. എല്ലാം പാടെ മിക്സ് ചെയ്ത് കിട്ടും. അപ്പോൾ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് നമ്മൾ സെർവ് ചെയ്തിട്ടുണ്ട്. തമ്പനയിലിൻ്റെ ഫോട്ടോക്ക് വേണ്ടി എടുത്തതാണിത്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു നൂഡിൽസിൻ്റെ റെസിപ്പി ഇഷ്ടമായി വിചാരിക്കുന്നു. ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിയും ഒക്കെ ഷെയർ ചെയ്യുക. അവരോട് സപ്പോർട്ട് ചെയ്യാൻ പറയുക. പിന്നെ കാണുന്നവരെല്ലാം നമ്മുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. ഇൻഷാ അല്ലാഹ് മറ്റൊരു റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് തീർച്ചയായും വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.